മലയാളം കണ്ട ഏറ്റവും വയലന്റ് മൂവി ആയിരിക്കും. മലയാളത്തിലെ ഏറ്റവും വയലന്റ്. യഥാർത്ഥ അഭിപ്രായം എന്താണ് നാട്ടുകാർ പറയും. വാ കേൾക്കാം. എന്റെ ജീവിതത്തിൽ ഇതാകത്തെ ഒരു വയലൻസ് മൂവി ഞാൻ കണ്ടിട്ടില്ല. മലയാള സിനിമ ഇങ്ങനെ വയലൻസ് ഉള്ള പടം ഇനി കാണത്തില്ല. ഇനി ഇറങ്ങത്തില്ല. 18 വയസ്സിന് താഴെയുള്ളവരൊന്നും വരും. കൊടുത്ത വാക്കിനിത് മതിയാകുമോന്നറിയില്ല. തീയാണ് പാട്ട്, തീയാണ് സ്ക്രിപ്റ്റ്, തീയാണ് ഡയറക്ടർ, തീയാണ് ഇതിന് ക്രൂ. ആരെങ്കിലും ഒന്ന് തുടങ്ങണല്ലോ, എന്നാലല്ലേ മറ്റുള്ളവർ ഏറ്റെടുക്കൂ. മലയാളത്തില് ഇങ്ങനത്തെ ഒരു വയലന്റ് ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. കട്ട വയലൻസ് ആണ്. പിന്നെ ഉണ്ണിമോൻ ഇത്രയും ഫൈറ്റ് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഉണ്ണി നന്നായിട്ടുണ്ട്. ഉഗ്രൻ എന്ന് പറഞ്ഞ അത്യുഗ്രൻ, ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞ ഇതാണ്. നീ ആരാ? അവന്റെ പണ്ടുണ്ട്, പവറുണ്ട്, എന്തും ചെയ്യും. മുട്ടി നിൽക്കാൻ പറ്റില്ല മോനെ. നിനക്ക് എന്തുണ്ടായിട്ടാ? ചങ്കുറ്റം ഇതുവരെ കാണാത്ത വയലൻസ് ആണ്. അപ്പാരം വയലൻസ് അറ്റ് പീക്ക്. കില്ലു അനിമൽ ഒന്നും അല്ല. രോമാഞ്ചം മാറിയിട്ടില്ല. പൊളിപ്പടം. ഹീറോ ആണോ? അല്ല, വില്ലൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെതിരെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? ഇതിന് കൊറിയോഗ്രാഫി, ഡയറക്ടിങ്, മ്യൂസിക് എല്ലാം പക്ക. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പക്ക. രവി ബസൂർ മലയാളത്തിൽ ആദ്യമായിട്ട് എങ്ങനെ മ്യൂസിക് ചെയ്യുന്നു. പൊളി. പിള്ളേരുടെ പടം പിടുത്തം കൊള്ളാല്ലടാ. ഇത്തവണ റെക്കോർഡ് തിരുത്തും. ഒരു രക്ഷയില്ലാത്ത സാധനം, പക്കാ സാധനം. നമ്മള് ഇത്രയും വയലൻസ് പ്രതീക്ഷിച്ചില്ല. എന്തോ ചെയ്യണ ഒരു ബ്ലഡ് ബാത്തായിരുന്നു. വൺ വയലൻസ് ആണ്. വൺ വയലൻസ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ള നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഞാൻ രക്ഷപ്പെടും. സൂപ്പർ ഹിറ്റ് സാർ. ടിക്കറ്റും കൊടുത്തേ, പൈസ ഞാൻ തരാം. டிக்கெட் புக் பண்ணினா டேய் நீ பண்ணியாடா நீ பண்ணி நீங்க யாரா பண்ணீங்களா யாருமே பண்ணலையாடா കൊള്ളാവല്ലോ. എന്നാ ഡിമാൻഡാ? ഈശ്വര ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ്. സാറെന്താ അവിഞ്ഞ വേഷത്തില്? അതും ഇതൊക്കെ എടുത്ത് വായ കുത്തിക്കരി വെക്കണ്ട, ഗ്ലാമറാവും. അയ്യോ, എന്താണ്ട് മറന്നല്ല. കിട്ടിപ്പോയി. മുഖത്തെന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വെളുക്കാൻ രക്തേന്ദ്രം പുരട്ടിയതാണെന്ന് പറഞ്ഞാൽ മതി.